ഇത് കഴിക്കും. എനിക്ക് വേണ്ട. ഞാൻ ബുള്ളറ്റ് മാറ്റി വെച്ചിട്ടല്ല കണ്ണെടുത്തത്. ബുള്ളറ്റ് നീ മാറ്റി വെച്ചാണെന്ന് അച്ഛന് മനസ്സിലായി. എന്നാലും അറിയാതെ അടിച്ചു പോയതല്ലേ. നീ വേഗം വീട്ടിൽ പോടാ. നിന്നെ അടിച്ചാൽ അച്ഛനമ്മയ്ക്ക് നല്ല വിഷമമുണ്ടോ ദ്രോണ. അമ്മ ശരിടാ, എന്നാ ഞാൻ വീട്ടിൽ പോവാ. വേഗം വയ്ക്കും. മാമ, ഡാനി എവിടെ? അങ്കിൾ, എനിക്ക് ഇവിടെ നിന്നിട്ട് പേടിയാവുന്നു. എനിക്ക് വീട്ടിൽ പോണം അങ്കിൾ. പൊയ്ക്കോ. എൻ്റെ ആശയെ സഫലമാക്കാൻ വേണ്ടി ഞാൻ വെച്ച ഫസ്റ്റ് സ്റ്റെപ്പ് വിജയിച്ചിരിക്കുന്നു മാമ. ഇനി മുന്നോട്ട് പോവാം നമുക്ക്. സർക്കാർ 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 മുത്തുപോലുള്ള പിള്ളേരും മൂർച്ച പോയ ആയുധങ്ങളും യുദ്ധത്തിന് പറ്റുന്നതല്ല സർക്കാർ. മൂർച്ച വെപ്പിക്കണം, അവസരം നോക്കി പ്രയോഗിക്കണം. സമയം നല്ലതല്ലാത്തതിന് ക്ലോക്ക് തിരിച്ചു വെച്ചതുകൊണ്ടായില്ല. ഡാനി, നിന്റെ സഹോദരന്റെ ആശയത്തിന്റെ രൂപകൽപ്പന എന്റേത്, സാരഥ്യം നിന്റേത്. ഈ പിള്ളേരെ അതിരുകവിഞ്ഞ് ശിക്ഷിച്ചാലും ശരി, നമ്മുടെ കാര്യം നടന്നിരിക്കണം. എനിക്ക് വിട്ടേരമാണ്. എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിരിക്കും. അതാണ്. എന്താ എന്താ കരയണേ? അമ്മയുടെ അച്ഛൻ്റെ ഓർമ്മ വന്നു. എന്നാ ചുണക്ക്? അവനുക്ക് അപ്പാ അമ്മ ஞாபகம் வந்துச்சு. सिर्फ तुमको नहीं, हमको भी मम्मी पापा याद आता है. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചാ നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഇല്ലടാ, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒരു കൊച്ചിനെ അവർ കൊന്നു കളഞ്ഞത്. നമ്മളെല്ലാവരും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞാലേ അവര് നമ്മളെല്ലാവരും വെടിവെച്ചു പോലും. പിള്ളേരെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ പറയുന്നത് കേട്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കണം. ഞാൻ പറയുന്നതേ ചെയ്യാവൂ, മനസ്സിലായോ? എന്താടാ? അവനെ കാല് തട്ടിയതാ. നിലവിലുള്ള സാധനങ്ങളുടെ സേഫ്റ്റിക്കായി ലേസർ കിരണങ്ങൾ ഇവിടെ പല സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പതിച്ചാൽ അവിടെ നിർജീവമായി പോകും. ഇതിൽ തൊടാതെ തന്നെ അപ്പുറത്തേക്ക് എങ്ങനെ പോകാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ദ്രോണ, നീ പോയി അവിടെ മുട്ടുകുത്തിയിരിക്കേ. നെക്സ്റ്റ്. എന്താടാ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യുന്നത്?
വിക്രം, നീ പോയി അവരുടെ കണ്ണ് കെട്ട്. ഇനി ഷൂട്ട് ചെയ്യ. ഷൂട്ട് ചെയ്യാൻ. Fire! പറ്റിച്ചേ. Come on, do it! വിട്ടുകളടാ. അവൻ്റെ നിന്ന് അടി കിട്ടുന്നത് നമുക്ക് പുതിയ കാര്യമില്ലല്ലോ. നമ്മൾ വിട്ടുപോകുന്നോ ഇല്ലയോ അതല്ല പ്രശ്നം ഇവിടെ. അതുവരെ നമ്മൾ മനുഷ്യരായി ജീവിക്കണമെങ്കിൽ ആ ഡാനി ഇവിടെ വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. വെറുതെ നമ്മൾ അവനെ എതിർത്തിട്ട് പിന്നെ നേടാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ നിന്ന് വന്നിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ, ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും നമ്മുടെ വീട്ടുകാർക്ക് അറിയില്ല. അച്ഛനമ്മമാരെ പിരിഞ്ഞ് ഞാൻ ഒരു ദിവസം പോലും ഇരുന്നിട്ടില്ല. അവരെന്ത് ചെയ്യണാവോ? ഓർക്കുമ്പോഴേ കരച്ചിൽ വരിക.
സത്യമാണോ പറയുന്നത് മാമ? സത്യമാണ് മോനെ. നിന്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഡൽഹിക്ക് പോകേണ്ട ആവശ്യമില്ല. ആ നൈസാം ആഭരണങ്ങൾ മൈസൂരിലേക്ക് വരും. ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി വിചാരിച്ചത് സാധിക്ക്. നിന്റെ ദുബായ് മുഖം നിറവേറട്ടെ. ഈ ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ മാമ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. ഇനിയെല്ലാം എൻ്റെ കാൽ കീഴിൽ. അതാ എടാ, അവര് ബോംബ് വെച്ചിട്ടുണ്ട്. ദ്വീപ് മൊത്തം ബ്ലാസ്റ്റ് ആവും. 2 മിനിറ്റ് കൊണ്ട് എല്ലാരും ഓടിപ്പോണം. ഓടിക്കോ. നീ ഇങ്ങനെ ഇരുന്നാലോ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ചീറ്റപ്പുലിക്ക് കൂടി 2 നിമിഷം കൊണ്ട് 5 കിലോമീറ്റർ ഓടിയെത്താൻ സാധിക്കില്ല. എന്താടാ ചാവുന്നത് ഇവിടെ തന്നെയാണെന്ന് തീരുമാനിച്ചോ? നമ്മൾ ഈ ബോംബ് നിർവീര്യമാക്കാന്ന് വെച്ചാ 2 മിനിറ്റ് കൊണ്ട് എത്ര ബോംബ് നിർവീര്യമാക്കാൻ പറ്റും? അത് ശരിയാ. എന്ത് ശരിയെന്ന്? 2 നിമിഷം കൊണ്ട് കഴിയാവുന്നത് ചെയ്യണം. ഇപ്പൊ തന്നെ 1 മിനിറ്റ് ആയി. ഓടി രക്ഷപ്പെടാൻ വാ. ഇതാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചത്. യുക്തിയില്ലെങ്കിൽ പിന്നെ ശക്തി ഉണ്ടായിട്ട് എന്തിനാ? അങ്ങനെയല്ലേ സർക്കാർ? കം വിത്ത് മീ. കം ഓൺ മൈ ഡിയർ ബോയ്സ്, കം ഓൺ. ഇതുവരെ എൻ്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ അടിമുടി മാറ്റി എഴുതപ്പെടാൻ പോവുകയാണ്. ഞാൻ വയ്ക്കാൻ പോകുന്ന ഈ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചാൽ ഈ ദ്വീപ് വിട്ട് നിങ്ങൾക്ക് ശാശ്വതമായി നാട്ടിലേക്ക് തിരിച്ചു പോകും. ആ വരുന്ന ഞങ്ങളുടെ ആളുകളുമായി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ആദ്യ റൗണ്ടിൽ ഒരാള്, 2ാം റൗണ്ടിൽ 2 ആള്, 3ാം റൗണ്ടിൽ 4 പേര് വരും. നിങ്ങൾ ഓരോരുത്തരും അവരോട് ഒറ്റയ്ക്ക് വേണം പൊരുതാൻ. കൈകൾ ആയുധമാക്കുന്നു, ആയുധം കൈകളിൽ എഴുതുന്നു. അത് നിങ്ങളുടെ ഇഷ്ടം. ആരും ആരെയും ജീവനോടെ വിടരുത്. ചാവലോ കൊല്ലലോ അത് നിങ്ങൾക്ക് വിടുന്നു. വേണ്ട, നമ്മളെ കൊല്ലുവര്. നമുക്കവരെ എതിർക്കാൻ പറ്റില്ല. ആ മരണത്തിന് മുമ്പ് ഒരു തവണ അച്ഛനെയും അമ്മയും ഒന്ന് കാണുന്നുണ്ട്. ജയിച്ചാൽ വീണ്ടും കാണാം, തോറ്റുപോയാൽ
സബാഷ് ദ്രോണ, സബാഷ്. നിനക്ക് ബുദ്ധി മാത്രമല്ല, മലയെ പോലും ഇടിച്ച് നിരപ്പാക്കുന്ന കൈക്കരുത്ത് കൂടിയുണ്ട്. അതിന് ഞങ്ങൾ എല്ലാവരും നിന്നെ അഭിനന്ദിക്കുന്നു. ഞാൻ പറഞ്ഞ വാക്കനുസരിച്ച് നിന്നെ മാത്രമല്ല, ബോസിനെയും വിക്രമിനെയും കൂടെ നിന്റെ കൂടെ വിട്ടയക്കാൻ തയ്യാറാണ്. ബട്ട് വൺ കണ്ടീഷൻ. ഇതെന്താണെന്ന് മനസ്സിലായോ? പ്രപഞ്ചത്തിലെ ഏറ്റവും വില കൂടിയ നൈസാം നെക്ലസ്. ഈ അമൂല്യ ആഭരണം ഇപ്പോൾ സൂക്ഷിക്കപ്പെട്ടു പോരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഡിപ്പാർട്ട്മെന്റിലാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇത് എക്സിബിഷനിൽ പ്രദർശിപ്പിക്കാറുണ്ട്. അങ്ങനെ 12 വർഷങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിൽ എക്സിബിഷനിൽ വെച്ചു ചെറിയ ചെറിയ കളവുകൾ നടത്തി വന്ന ഞാൻ ഇതടിച്ചു മാറ്റി ദുബായിൽ ചെന്ന് സെറ്റിൽഡാവാമെന്ന് പ്ലാൻ ചെയ്തു. എന്നാൽ എൻ്റെ പ്ലാൻ ഫെയിലായി. ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടു. പ്രയത്നം വിഫലമായെങ്കിലും വല മാത്രം ഞാൻ ഓർമ്മയിൽ സൂക്ഷിച്ചു. അതെടുക്കണമെങ്കിൽ ആശ കൊണ്ട് മാത്രമായില്ല, ആലോചന കൂടി വേണമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതിനുവേണ്ടി ജയിൽ ചാടി ഞാൻ രക്ഷപ്പെട്ടു. ശക്തിയോടുകൂടി യുക്തിയും കൂടിയുള്ള ഒരു മിടുക്കനെ, അസ്ത്രം പോലൊരു യുവാവിനെ തയ്യാറാക്കിയെടുക്കണമെന്ന് വിചാരിച്ചു. യുവാക്കളെ മാത്രം സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ആ പ്രായത്തിലുള്ളവരുടെ ചിന്തകൾ വഴിതെറ്റാതെ ഏകാഗ്രതയോടെ പ്രവർത്തിച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തും. പറയുന്നതൊക്കെ അനുസരിക്കുകയും ചെയ്യും. ശരിക്കും അതാണ് ഇളം പ്രായത്തിൽ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുവാൻ കാരണം. നാളെ മുതൽ ആ നെക്ലസ് മൈസൂർ പാലസിൽ എക്സിബിഷൻ വയ്ക്കുകയാണ്. നീ എത്രയും വേഗം അത് കവർന്നെടുത്ത് എന്നെ ഏൽപ്പിക്കണം. 1 വർഷമല്ല, 2 വർഷമല്ല, 12 വർഷം. 12 വർഷമായ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിൽ നിന്ന് ഒളിച്ചോടി വന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റാത്ത ഈ അജ്ഞാതദ്വീപിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ രഹസ്യമായി ഈ സാമ്രാജ്യം ഇത്രയും കാലം കെട്ടിപ്പടുക്കാൻ കാരണമെന്താണെന്നറിയോ? ആഭരണങ്ങൾക്ക് വേണ്ടി, കേവലം ആഭരണങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്തത്. ഇത്രയും കാലത്തെ സ്വപ്നങ്ങൾ നിറവേറാൻ പോകുന്ന ഈ സമയത്ത് നിങ്ങൾ തടസ്സം ഞാൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? ആവശ്യം നമ്മുടേതാവുമ്പോൾ ഭീഷണി പാടില്ല സർക്കാർ. ഇളങ്കാറ്റടിച്ചാൽ ഇലകൾ അനങ്ങുമെന്നല്ലാതെ തടി അനങ്ങാറില്ല. കുട്ടികളിൽ വിശ്വാസം വർദ്ധിപ്പിക്ക്. നിന്റെ സ്വപ്നം നിറവേറ്റിയാൽ ഇവരെല്ലാം വിട്ടയക്കാമെന്ന് പറ. ദ്രോണ, ചുരുക്കത്തിൽ നമുക്ക് 2 പേർക്കും ഒരു ധാരണയിലെത്തിച്ചേരാം. ആഭരണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നിന്നെ കൊണ്ടുള്ള ആവശ്യം തീരും. അതുമല്ല, നിങ്ങൾ 3 പേർക്കുമൊപ്പം എല്ലാവരെയും ഞാൻ റിലീസ് ചെയ്യും. ഇവരുടെയൊക്കെ മോചനം ഇപ്പോൾ നിന്റെ കയ്യിലാണുള്ളത്. നെക്ലസ് കിട്ടിയാൽ സത്യത്തിൽ എല്ലാവരെയും വെറുതെ വിടുമോ? നൈസാം നെക്ലസ് ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ പോവാം. സബാഷ്. വളർന്നത് കാട്ടിൽ, മനസ്സ് പക്ഷേ കാടിൻ്റെതായി മാറിയിട്ടില്ല. നിക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മളെ ആരും ഒന്നും ചെയ്യില്ല എന്ന വിഡ്ഢിത്തമൊന്നും വിചാരിച്ചേക്കരുത്. നിങ്ങൾ ഓടി രക്ഷപ്പെടാനോ പോലീസിൽ പരാതിപ്പെടാനോ ശ്രമിച്ച ഇവിടെ ഇവരുടെ ജീവൻ മാത്രമല്ല, അവിടെ നിങ്ങളുടെ ജീവനും അപകടത്തിലാവും. നിങ്ങളുടെ ശരീരത്തിലിപ്പോൾ അതിശക്തമായ മൈക്രോ ക്യാപ്സ്യൂളുകൾ കയറ്റിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. 24 മണിക്കൂറിന് ശേഷം അതിനെ നിയന്ത്രിക്കാനാവില്ല. നിങ്ങളുടെ ശരീരമാകെ വേദന കൊണ്ട് പൊളയും. അതുകൊണ്ട് 24 മണിക്കൂറിനകം അയച്ച കാര്യം സാധിച്ച് മര്യാദയ്ക്ക് ഇവിടെ തിരിച്ചു വന്നോളാം. ദ്രോണ, സൂക്ഷിച്ച്.
Yes. Okay. ഇത് ഡേഞ്ചറസ് ഏരിയയാണ്. ഇവിടെ നല്ല ശ്രദ്ധയുണ്ടാകണം. യെസ് സർ. സ്റ്റോപ്പ്. ഈ മുറിയിൽ ലേസർ സംവിധാനമുണ്ട്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യണം. ഓക്കെ? ഹെഡ് ഡൗൺ. ലെഫ്റ്റ് സൈഡിലേക്ക് ഹെഡ് ഡൗൺ ചെയ്യും. ഡൗൺ. യാ. Jump. Oh. Maria, 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 Maria. ബോസ്, ട്രാൻസ്ഫോമർ താർക്ക.
നേടിയിരിക്കുന്നു, ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു മാമാ. എന്റെ ആഗ്രഹം സഫലമായി മാമാ. ഡാനി, ഞാൻ നേടിക്കഴിഞ്ഞടാ, നേടിക്കഴിഞ്ഞു. ഇന്നെന്റെ സ്വപ്നം സഫലീകരിച്ചു. പറയേ, നിനക്ക് എന്താ വേണ്ടത്? വിട്ടയക്കണം, ഞങ്ങളെ എല്ലാവരെയും വിട്ടയക്കണം. സംശയം എന്തിന്? ഞാനതിനൊരുക്കമാണ്. അത് ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. എല്ലാവരെയും വിട്ടയക്കുന്നു മാത്രമല്ല, മദ്യവും മഹിളയും കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിരുന്നൊരുക്കിയിരിക്കുകയാണ്. എൻജോയ്. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ സർക്കാർ? കള്ളത്തരം കാണിക്കുന്നതിന് നീ ഒരു കള്ളപ്രമാണം പറയുകയാണെന്നല്ലാതെ നീ അവരെ യഥാർത്ഥത്തിൽ വിട്ടയക്കാൻ തീരുമാനിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഭയ്യ, ആവശ്യമുള്ളപ്പോൾ ഈസിയായിട്ട് പ്രാണനെടുക്കുന്ന നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ എന്തിനു വെച്ചോണ്ടിരിക്കണം? ഇതാണോ നിങ്ങളൊക്കെ എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവരെ വിട്ടയക്കാനല്ല, അവരെ നമ്മുടെ കൂടെ നിർത്തി അവരുടെ കരുത്ത് ഉപയോഗിക്കാനാണ് എൻ്റെ ഐഡിയ. അവരതിന് തയ്യാറായില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അവരുടെ കഥ കഴിക്കും. വിട്ടയക്കാമെന്ന് പറഞ്ഞ് ദുബായിലേക്ക് അവരെ കൂട്ടി പറന്ന് നമ്മൾ അവരെ കൊണ്ട് റോബറി ചെയ്യിക്കും. അതിന് അവർ വിസമ്മതം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ ശവം പോലും പോവില്ല ഇവിടുന്ന്. വൈകിട്ട് 6 മണിക്ക് നമ്മൾ ഹെലികോപ്റ്ററിൽ പുറപ്പെടുമ്പോൾ 6 മണി 5 മിനിറ്റിന് ഈ ദ്വീപ് മുഴുവൻ ബ്ലാസ്റ്റ് ആകുന്ന വിധമാണ് പ്ലാൻ ചെയ്തത്. സമുദ്രമധ്യത്തിൽ തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ഈ ദ്വീപ് നമ്മുടെ ബ്ലാസ്റ്റിങ്ങോടെ സമുദ്രത്തിലേക്ക് തന്നെ പതിക്കും. നമുക്ക് കാണാം. ഇത്രയും വലിയ വഞ്ചനയോ? നമുക്ക് അവർ തട്ടിക്കളഞ്ഞാലോ? എടാ, അതിന്റെ ആവശ്യമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മളെ 3 പേരെ അവർ കൊല്ലില്ല. നമുക്ക് അവരുടെ കൂടെ കൂടാം. ആ സർക്കാരിന് നമ്മളെ ആവശ്യമുണ്ടടാ. എന്താ നീ പറയുന്നത്? അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വിട്ടിട്ട് പോണെന്നാ? നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാ? രക്ഷിക്കണം. എവിടെ നിന്നോ ഇവിടെ വന്ന് സഹോദരന്മാരായി വളർന്നവരാ നമ്മൾ. നമ്മൾ കാരണം വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് അവർ നമ്മളെ ദൈവമായിട്ട് കരുതുകയാണ്. അതേടാ, നമുക്ക് അവരെ രക്ഷിക്കണം. ഏത് നെക്ലസിന് വേണ്ടി നമ്മളെ അവരോട് കൊണ്ടുവന്നോ നമ്മളത് കൈക്കലാക്കണം. അവരെ കബളിപ്പിച്ച് നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടണം. ഇവിടെ ഉള്ളവരെക്കുറിച്ച് നീ ആലോചിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. സർക്കാരിൻ്റെ ആളുകൾ ആടിപ്പാടി രസിക്കുകയായിരിക്കും. ആ നേരത്ത് നീ നമ്മുടെ ആളുകളെ രക്ഷപ്പെടുത്തി കടപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. എന്താണ് ആലോചിക്കുന്നത്? ബോസ്, 6 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആകുമ്പോൾ ഈ ദ്വീപ് ബ്ലാസ്റ്റ് ആവുമെന്നറിയാലോ. ഞാൻ പോയി അത് 5 മണിക്ക് പൊട്ടുന്ന വിധത്തിൽ റീഅറേഞ്ച് ചെയ്യാം. വിചാരിച്ചതിലും നേരത്തെ ബോംബ് പൊട്ടുമ്പോൾ അതൊരു ഷോക്കായി ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർ അങ്ങും പരക്കം പായും. നമ്മൾ സേഫായി പുറത്തു പോകും വരെ ആഭരണങ്ങളൊന്നും ഇവിടെ വെക്കണ്ട. നീ പെട്ടെന്ന് അതെടുത്തുകൊണ്ട് പോയി വേറെ ഏതെങ്കിലും ദ്വീപിൽ വെക്ക്. നന്ദി കെട്ട കഴിവേറി, ഭയ്യെ പറ്റിക്കാൻ നോക്കുന്നോ? എവിടെയാ നെക്ലസ്? നീ എത്ര ആലോചിച്ചിട്ട് എനിക്ക് നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേരും തെറ്റ് സംഭവിച്ചേക്ക്. പറയടാ, ആഭരണങ്ങൾ എവിടെ? ബോസ്, ബോസ്, കണ്ണു നോക്കടാ പ്ലീസ്. ആഭരണങ്ങൾ എവിടെയെന്ന് പറ.
ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാനാടാ? ദ്രോണ, എന്റെ ജീവനായ നെക്ലസ് നീ തട്ടിയെടുത്തില്ലേ? അതെവിടെയാ? ഈ ദ്വീപിൻ്റെ ബ്ലാസ്റ്റിംഗ് 6:05 സെറ്റ് ചെയ്ത് വെച്ചിരുന്നതല്ലേ നീ? ഞാനത് 5 മണിയിലേക്ക് മാറ്റി. ഞങ്ങളുടെ കൂടെ നീയും ചാകാൻ പോകുവാടാ. കഴിയാവുന്ന അത്രയും പേരെ രക്ഷപ്പെടുത്തി ഞാൻ ഇവിടെ കൊണ്ടെത്തിച്ചു. ബോസിനെ ഹോസ്പിറ്റലിലും എത്തിച്ചു. അവൻ കോമയിലാണ്. അവന് ബോധം വീണ് ആ ആഭരണങ്ങൾ എവിടെയുണ്ടെന്നറിഞ്ഞാൽ അത് കണ്ടുപിടിച്ച് ഗവൺമെൻറ്റിൽ ഏൽപ്പിച്ച് ശിക്ഷ കഴിഞ്ഞ് നിങ്ങളെ നേരിൽ കണ്ട് എല്ലാം തുറന്നു പറയാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ ആഭരണങ്ങൾ കവർ ചെയ്തത് അവരെ ഭയന്നിട്ടല്ല, എൻ്റെ കൂടെയുള്ളവരുടെ മോചനത്തിനാ. മകന് പ്രശസ്തി കിട്ടുന്നത് അച്ഛൻ അഭിമാനം തന്നെയാ. ഇവിടെ നിന്റെ അച്ഛനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ടടാ.